നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ചേർന്നതിന് ശേഷം ഇലോൺ മസ്കിന് കഷ്ടകാലമാണ്. ബിസിനസിന്റെ ഓഹരിയുടെ വിലയിൽ വലിയ ഇടിവുണ്ടായി. ഇതുകൂടാതെ ടെസ്ലയ്ക്കെതിരായ പ്രതിഷേധങ്ങളും കനത്തതോടെ കാർ വിൽപ്പനയിലും ഇടിവായി. യൂറോപ്പിലടക്കം ട്രംപിന്റെ നയങ്ങൾ കാരണം മസ്കിനെതിരായാണ് പ്രതിഷേധം പുകയുന്നത്. ഇതോടെ ഇവിടെയും ടെസ്ലയുടെ ബിസിനസ് പിന്നോട്ട് പോയി. ഇപ്പോൾ ചൈനീസ് ഭീഷണി നേരിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് മസ്ക്. ടെസ്ലയെ കടത്തിവെട്ടുന്ന കാറുകൾ ചൈന നിർമ്മിച്ചു കഴിഞ്ഞു. ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് മസ്ക്. അമേരിക്ക കഴിഞ്ഞാൽ ടെസ്ലയുടെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിൽ തിരിച്ചടി നേരിടുകയാണ് കമ്പനി. ഇപ്പോൾ ചൈനീസ് ആഭ്യന്തര വിപണിയിലാണ് ടെസ്ല വെല്ലുവിളി നേരിടുന്നത്. ഷവോമി, BYD പോലുള്ള കമ്പനികൾ ക്ഷമതയും മികവുറ്റ സാങ്കേതിക വിദ്യയും രൂപകൽപ്പന ചേർത്ത് വൈദ്യുത കാറുകൾ അവതരിപ്പിച്ചതോടെ ചൈനയിൽ അടിപതറുകയാണ് ടെസ്ലയ്ക്ക്. ഒരു ടെസ്ല കാറിന്റെ വിലയ്ക്ക് 2 വൈദ്യുത കാറുകൾ ലഭിക്കുമെന്നതാണ് സ്ഥിതി. ഓഹരി വിപണിയിലും കൈപൊള്ളി തുടങ്ങിയതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ടെസ്ല. രൂപകൽപ്പനയിൽ എല്ലാ അഴകളവുകളും ചേർത്തുകൊണ്ടാണ് ഷവോമി കാർ വിപണിയിലെത്തിയിരിക്കുന്നത്. വിലക്കുറവിൽ അത്ഭുതപ്പെടുത്തിയാണ് BYDയുടെ മുന്നേറ്റം. ഇതോടെ ആഡംബര ബ്രാൻഡ് എന്ന പദവിക്ക് കോട്ടം തട്ടിയില്ലെങ്കിലും ചൈനയിലെ ഷാങ്ഹായിൽ തുറന്നപ്പോഴുള്ള ആ സ്വീകരണം ടെസ്ലയ്ക്ക് ഇപ്പോഴില്ല. ചൈനയിൽ ടെസ്ലയുടെ പ്രധാന എതിരാളികളായ BYD ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 4.81 ലക്ഷം വൈദ്യുത കാറുകളാണ് വിറ്റത്. ടെസ്ലയ്ക്ക് 60,480 എണ്ണം മാത്രം. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പന 14% കുറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി BYD 10 ലക്ഷത്തിലധികം കാറുകളാണ് വർഷം വിറ്റഴിക്കുന്നത്. വിലക്കുറവാണെന്നതാണ് BYD കാറുകളുടെ ആകർഷണം. ചൈനയിൽ ടെസ്ല കാറുകളുടെ വിൽപ്പന കുറയുന്നത് കമ്പനിയുടെ ഓഹരിയെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡിസംബറിൽ $479 വരെയായിരുന്ന ടെസ്ല ഓഹരി $240 എത്തി. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൊത്തം വിപണി മൂല്യത്തിന്റെ അത്ര നഷ്ടമാണ് ടെസ്ലയുടെ മൂല്യത്തിലുണ്ടായിരിക്കുന്നത്. അതിനിടെ പ്രസിഡന്റിന്റെ തീരുവ യുദ്ധം മറ്റു രാജ്യങ്ങളിൽ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ടെസ്ല ട്രംപിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായതോടെ പ്രസിഡന്റിന്റെ ആദ്യ അടുപ്പക്കാരനെന്ന നിലയിലാണ് മസ്ക് അറിയപ്പെടുന്നത്. ഇത് തീരുവ യുദ്ധത്തിൽ ടെസ്ലയെ ആഗോളതലത്തിൽ ബാധിക്കുന്നുവെന്നാണ് US വാണിജ്യ പ്രതിനിധി ജാമിസൺ ഗീറിന്റെ പൊതു അഭിപ്രായ പോർട്ടലിൽ നൽകിയ കത്തിൽ ടെസ്ല വ്യക്തമാക്കിയിരിക്കുന്നത്. മെക്സിക്കോ, കാനഡ, ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് മേൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനയ്ക്കും കാരണമാകുന്നതായി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ വില കുറഞ്ഞ കാറുകൾ അവതരിപ്പിക്കാൻ ടെസ്ല ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പ്രതിസന്ധി കനത്തതോടെ ഇന്ത്യയിലേക്കാണ് ടെസ്ലയുടെ നോട്ടം. ആഗോള വിപണിയിൽ തിരിച്ചടി നേരിടുന്നതിനിടെ ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്നതിനായുള്ള ലൈസൻസിനായി ടെസ്ല ശ്രമം തുടങ്ങി. മോഡൽ Y, മോഡൽ 3 കാറുകൾക്ക് സർട്ടിഫിക്കേഷനുള്ള അപേക്ഷയാണ് ടെസ്ല ഇന്ത്യ മോട്ടോർ ആൻഡ് എനർജി ലിമിറ്റഡ് നൽകിയിരിക്കുന്നത്. ചൈനയിലെ നഷ്ടപ്രതാപം ഇന്ത്യൻ വിപണിയിൽ തിരിച്ചുപിടിക്കാമെന്നാണ് പ്രതീക്ഷ. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് മുന്നറിയിപ്പുമായും ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സംവിധാനം താൻ ഓഫ് ചെയ്താൽ യുക്രൈന്റെ മുഴുവൻ പ്രതിരോധ നിരയും തകർന്നടിയുമെന്നായിരുന്നു മസ്കിന്റെ മുന്നറിയിപ്പ്. യുക്രൈനെതിരായ പോരാട്ടത്തിൽ താൻ അക്ഷരാർത്ഥത്തിൽ പുടിനെ വെല്ലുവിളിച്ചു. യുക്രൈൻ സൈന്യത്തിന്റെ നട്ടലാണ് എന്റെ സ്റ്റാർലിങ്ക് സംവിധാനം. ഞാനത് നിർത്തിവെച്ചാൽ അവരുടെ മുഴുവൻ പ്രതിരോധ നിരയും തകർന്നടിയുമെന്നായിരുന്നു മസ്കിന്റെ ഭീഷണി. യുക്രൈന്റെ പരാജയം സുനിശ്ചിതമായ സാഹചര്യത്തിൽ വർഷങ്ങളോളം നീണ്ട അരുംകൊലകൾ എന്നെ വേദനിപ്പിക്കുന്നു. ഇത് ശ്രദ്ധിക്കുന്ന, ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ആരും നിർത്താനാണ് ആഗ്രഹിക്കുക, മസ്ക് പറയുന്നു. ഇതിനു മുമ്പും സെലൻസ്കിക്കെതിരെ മസ്ക് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമാണ് സെലൻസ്കി ആഗ്രഹിക്കുന്നതെന്നും അത് ഹീനമാണെന്ന് മാർച്ച് 3 പങ്കുവച്ച ഒരു പോസ്റ്റിലും മസ്ക് പറഞ്ഞിരുന്നു. 2022 യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലോൺ മസ്ക് രാജ്യത്ത് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചത്. റഷ്യയിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് യുക്രൈനിൽ പല മേഖലകളിലും പരമ്പരാഗത ഇന്റർനെറ്റ് ശൃംഖലകൾ യുദ്ധത്തിൽ തകരാറിലായതോടെയാണ് യുക്രൈനിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് എത്തിച്ചത്.